Very good morning, guys. Happy Sunday. I just started my day. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി സംസാരിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഒരു മൂടുണ്ടായില്ല. പിന്നെ ഇന്ന കാലത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഓക്കെ ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ആർക്കും വേണ്ടി കൊണ്ട് തുലയ്ക്കരുത്. ഇപ്പം നിങ്ങൾ കേട്ടത് ഒരു അലാറത്തിൻ്റെ സൗണ്ടാണ്. അത് ഈ പ്രദേശത്തുള്ള എല്ലാവരും കേൾക്കും. അത് സെറ്റ് ചെയ്ത ആൾ ഇത് കേൾക്കുകയുമില്ല. ഓക്കെ, അപ്പം നമുക്ക് പി ആറിലോട്ട് തന്നെ പോവാം. അമ്മ പറഞ്ഞ മാതിരി പെരിയാർ. അപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യമാണത്. എല്ലാ സീസണിലും പി ആർ ഉണ്ട്. എന്നാൽ ഈ ഒരു സീസണിലാണ് അനുവിൻ്റെ 16 ലക്ഷത്തിൻ്റെ പി ആർ കണക്ക് ബിന്നി ഇങ്ങനെ പുട്ടുപോലെ പുറത്തേക്ക് ഇട്ട് കൊടുത്തത്. എന്നാൽ ബിന്നിയുടെ പി ആർ കഥ പുറത്തോട്ട് വന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് സംസാരിച്ച കാര്യം പി ആർ ഉണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുന്തം മെഴുകിയ മാതിരി എന്നുള്ള പദപ്രയോഗം ഞാൻ എടുത്തതാണ്. ലാലേട്ടൻ പറഞ്ഞല്ല, നിന്നോണ്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിലായ കാര്യം, ഇപ്പോൾ ഉദാഹരണ സഹിതം നിങ്ങളിൽ ഒരാളെ ഞാൻ എടുക്കാം, പ്രേക്ഷകരിൽ ഒരാൾ. നമ്മൾ രണ്ടുപേരും ബിഗ് ബോസിൽ പോവുകയാണ്. ബിഗ് ബോസിൽ പോയിട്ട് എനിക്കും ഉണ്ട് പി ആർ, നിങ്ങളിൽ ഈ ഒരാളെന്ന് പറഞ്ഞ ആൾക്ക് ഉണ്ട് പി ആർ. ഓക്കെ, അപ്പോൾ ഈ പി ആർ കൊടുത്ത നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നല്ലോണം കണ്ടന്റ് കാഴ്ചവയ്ക്കുകയും അത് നിങ്ങൾ ആരെയാണോ പേജ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ വ്യക്തികൾ ഓരോ ഷോർട്സ് എടുത്തിട്ട് നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ ആവാം, നിങ്ങളുടെ തഗ് ആവാം, നിങ്ങളുടെ ദേഷ്യപ്പെടുന്ന കാര്യങ്ങളാവാം, എല്ലാം പിക്ക് ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ അറഞ്ചം പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആളുകൾ എന്താണ് നോർമലി ചെയ്യുക? എവിടെ നോക്കിയാലും ഈ ഫേസ്, എവിടെ നോക്കിയാലും ഇയാളുടെ കുറെ കണ്ടന്റ് അല്ലെങ്കിൽ ചിരി, അല്ലെങ്കിൽ ഇയാളുടെ ആളുകളിലോട്ട് ഇയാളെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഇയാൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും ഇയാൾ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഈ പുറത്തെ ആളുകൾ. ഓക്കെ, അപ്പോൾ ആ ആളുകൾക്ക് എന്ത് ചെയ്യുന്നതിനും ജോലിക്ക് പൈസ വേണം. ഞാനിപ്പോൾ ഇത് വെളുപ്പിക്കാന്ന് പറയരുത്, എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ആളുകളോട് കൊടുക്കുമ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം ഇങ്ങനെ കണ്ട് ഇവൻ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഷോ കാണാൻ തുടങ്ങും, എപ്പിസോഡ് കാണാൻ തുടങ്ങും, ഇവന് വോട്ട് കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, ഇനി എൻ്റെ കേസ്, ഞാൻ പി ആർ പുറത്ത് ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടെ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പുറത്ത് പി ആർ ഉണ്ട് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നാലും എൻ്റെ ഇമേജ് പോകരുതെന്ന് വിചാരിച്ചാൽ മിണ്ടാതിരിക്കുന്നു. ടാസ്കിൽ കളിച്ചു ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. വലിയ സംഭവങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പുറത്ത് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്നെ പുറത്തോട്ട് സൊസൈറ്റിയിലോട്ട് ആസ് എ ബി കണ്ടസ്റ്റന്റ് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെ കണ്ടന്റ് ഒന്നും പിള്ളേർക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ വോട്ടിന്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ലൈക്ക് ഈവൻ ഞാൻ നല്ല കാര്യങ്ങൾ കുറെ ചെയ്യുന്നുണ്ടെങ്കിലും അത് പുറത്തോട്ട് എക്സ്പോസ് ചെയ്യുന്ന 4 ആൾക്കാർ അറിയുന്ന രീതിയിൽ എക്സ്പോസ് ചെയ്ത് ഇടാനായിട്ട് ആളുകളില്ല. ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ക്ലോസൻഡ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ ഒരു റൂമിൽ അടച്ചു പൂട്ടിയിരുന്ന് പാട്ട് പാടിയിട്ട് ഞാൻ ഒരു ഗുഡ് സിംഗറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4 ആൾക്കാർ അറിയണം ഞാൻ നല്ലൊരു പാട്ടുകാരിയാണ്, ഞാൻ നല്ല സിംഗറാണെന്ന്. അപ്പൊ എന്തേലും പുറത്തെ ആളുകളിലോട്ട് ഈ സാധനം സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് പുറത്ത് അനുമോളുടെ ടീം പുറത്തേക്ക് ഇട്ടുകൊടുത്ത് BGM ഇട്ടുകൊടുത്തും ട്രോളാക്കിയിട്ടും പറയുന്ന കാര്യങ്ങളും ഒക്കെ സ്റ്റോറി ആയിട്ടും എല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ അനു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഓൾറെഡി ഇത്രയും പേജ് ഫോളോവേഴ്സ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പ്രേക്ഷക ശ്രദ്ധ അതിനകത്തോട്ട് പോവുകയും എല്ലാം ചെയ്യും. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പറയാനുള്ളത്, എത്ര പി ആർ കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ പുറത്തുള്ള പി ആർ ടീംസിന് എന്തെങ്കിലും ചെയ്യാനുള്ള കണ്ടന്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെയ്താലേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് എന്തെങ്കിലും ചെയ്താലേ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ. ആളുകൾ ശ്രദ്ധിച്ചാലേ വോട്ട് കിട്ടുള്ളൂ. സോ ഇറ്റ്സ് ഓൾ ഇന്റർ കണക്റ്റഡ്. അപ്പൊ പി ആർ ഇല്ലാത്തവർ ആരും ഇല്ല. പി ആർ ഇല്ലാതെ കയറിയവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ എനിക്ക് ഒരു പി ആർ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ അവിടെ അകത്ത് കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയരുത്, അതൊക്കെ പുറത്തോട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നില്ല. നേരെ പോർട്രേറ്റ് ആയിട്ട് തിരിഞ്ഞു. അതേപോലെ ഇപ്പൊ ലൈവിൽ കാണിക്കുന്ന കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിക്കണമെന്നില്ല. അപ്പൊ അതൊക്കെ ഫുൾ ടൈം ഈ പി ആർ അല്ലെങ്കിൽ പിള്ളേരുടെ പരിപാടി എന്ന് പറയുന്നത് ഫുൾ ടൈം ഇങ്ങനെ നോക്കിയിരുന്നെല്ലാം പുറത്തോട്ട് ചകഞ്ഞു കൊടുക്കാനാണ്. ഓക്കെ, അപ്പം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലാലേട്ടൻ പറഞ്ഞ മാതിരി പി ആർ ഉണ്ടെങ്കിലും പി ആർ ഇല്ലെങ്കിലും നിങ്ങൾ ഇവിടെ നിന്നാലേ ആ സാധനം പുറത്തോട്ട് വരുള്ളൂ, ആ ഒരു ഗെയിം ജയിക്കത്തുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് വശം. നമുക്ക് എല്ലാത്തിനും പോസിറ്റീവ് എടുത്താൽ മതിയല്ലോ. അപ്പൊ ഇതാണ് പോസിറ്റീവ് വശം. ഓക്കെ, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നലത്തെ വീഡിയോയിൽ അനീഷിനെ തൂക്കി, അനീഷ് കയ്യിൽ നിന്ന് കുറച്ച് സ്ലിപ്പ് ഓഫ് ദ ടങ് കുറച്ച് നുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ ഷാനവാസ് ഫ്രൈ, ഷാനവാസ് റോസ്റ്റ്, ഷാനവാസ് ഗ്രിൽഡ്, പിന്നെ ഷാനവാസ് പെപ്പർ ഫ്രൈ, ഷാനവാസ് പെപ്പർ റോസ്റ്റ്, പിന്നെ ഷാനവാസ് ടിക്ക, ഫുൾ ഷാനവാസ് ഡിഷസ് ആയിരുന്നു ഇന്നലെ. വെരി സ്പൈസി, വെരി ടേസ്റ്റി. ആ മനുഷ്യനെ നിർത്തി അങ്ങോട്ട് ഉരിച്ചു.